വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 18-ാം അധ്യായം. ദാവീദ് സാവൂളിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ജോനാഥൻ്റെ ആത്മാവ് അവൻ്റെ ആത്മാവുമായി ഇഴുകിച്ചേർന്നു. ജോനാഥൻ അവനെ പ്രാണതുല്യം സ്നേഹിച്ചു. സാവൂൾ അവനെ പിതൃഭവനത്തിലേക്ക് മടങ്ങാൻ അനുവദിക്കാതെ അന്ന് അവനെ സ്വീകരിച്ചു. ജോനാഥൻ ദാവീദിനെ പ്രാണതുല്യം സ്നേഹിച്ചതിനാൽ അവർ ഒരു ഉടമ്പടി ഉണ്ടാക്കി. ജോനാഥൻ തൻ്റെ മേലുണ്ടായിരുന്ന അങ്കി ഊരി ദാവീദിന് നൽകി. ഒപ്പം തൻ്റെ വാളും വില്ലും അരക്കെട്ടും ഉൾപ്പെടെ തൻ്റെ പടച്ചട്ടയും. സാവൂൾ ദാവീദിനെ നിയോഗിച്ചയച്ച എല്ലാറ്റിലും അവൻ പോയി വിജയശ്രീലാളിതനായി. അങ്ങനെ സാവൂൾ അവനെ പോരാളികൾക്ക് മേലാളനാക്കി. ഇത് ജനം മുഴുവൻ്റെയും വിശിഷ്യ സാവൂളിൻ്റെ സേവകരുടെയും ദൃഷ്ടികളിൽ നന്നായിരുന്നു. ഫിലിസ്ത്യക്കാരനെ പരാജയപ്പെടുത്തി മടങ്ങുന്ന ദാവീദുമായി അവർ വരുമ്പോൾ ഇസ്രായേലിൻ്റെ എല്ലാ നഗരങ്ങളിൽ നിന്ന് ഗാനാലാപനത്തോടെ സ്ത്രീകളും സന്തോഷപൂർവ്വം തപ്പുകളോടും തന്ത്രിവാദ്യങ്ങളോടും കൂടി നർത്തകികളും സാവൂൾ രാജാവിനെ എതിരേൽക്കുന്നതിനായി പുറപ്പെട്ടു. ചിരിച്ചുല്ലസിച്ച് സ്ത്രീകൾ സംഘഗാനം ആലപിച്ചു ചൊല്ലി. സാവൂൾ തൻ്റെ 1000 പ്രഹരിച്ചു, ദാവീദാകട്ടെ തൻ്റെ 10,000. സാവൂളിന് അത് വളരെ കോപമുളവാക്കി. അവൻ്റെ ദൃഷ്ടികളിൽ അക്കാര്യം അസന്തുഷ്ടികരമായിരുന്നു. അവൻ പറഞ്ഞു, അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്കോ അവർ തന്നത് 1000. ഇനി അവനുള്ളത് രാജ്യത്വം മാത്രം. അന്ന് മുതൽ അങ്ങോട്ട് സാവൂൾ ദാവീദിനെ നോട്ടമിട്ടു. പിറ്റേന്ന് മുതൽ ദൈവത്തിൻ്റെ ഒരു അഹിതാരൂപി സാവൂളിലേക്ക് ആവേശിച്ചു. അവൻ ഭവനത്തിനുള്ളിൽ പുലമ്പിക്കൊണ്ടിരുന്നു. ദാവീദ് ദിവസേന എന്ന പോലെ കൈകൊണ്ട് തന്ത്രി മീട്ടിക്കൊണ്ടിരുന്നു. സാവൂളിൻ്റെ കയ്യിലാകട്ടെ കുന്തമുണ്ടായിരുന്നു. ഞാൻ ദാവീദിനെ ഭിത്തിയിൽ തറയ്ക്കുമെന്ന് പറഞ്ഞ് സാവൂൾ കുന്തമെറിഞ്ഞു. എന്നാൽ ദാവീദ് അവൻ്റെ മുമ്പിൽ നിന്ന് 2 പ്രാവശ്യം ഒഴിഞ്ഞു മാറി. കർത്താവ് ദാവീദിൻ്റെ കൂടെ ഉണ്ടാവുകയും സാവൂളിൽ നിന്ന് അകലുകയും ചെയ്തുകൊണ്ട് സാവൂളിന് അവനെ പ്രതി ഭയമുണ്ടായി. സാവൂൾ അവനെ തന്നിൽ നിന്ന് അകറ്റി തൻ്റെ ഒരു സഹസ്രാധിപനായി നിയമിച്ചു. അവൻ പുറപ്പെട്ട് ജനസമക്ഷം ചെന്നു. കർത്താവ് ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നതിനാൽ ഓരോ ഉദ്യമത്തിലും അവൻ വിജയം വരിക്കുന്നുണ്ടായിരുന്നു. അവൻ ഏറെ വിജയിക്കുന്നെന്ന് കണ്ട് സാവൂൾ ഭയന്നു. അവൻ്റെ മുമ്പിൽ അവൻ അസ്വസ്ഥനായി. എന്നാൽ ഇസ്രായേൽ മുഴുവനും യൂദായും ദാവീദിനെ സ്നേഹിച്ചു. കാരണം അവൻ അവർക്ക് മുമ്പിൽ യുദ്ധത്തിനായി പുറപ്പെടുകയും തിരികെ വരികയും ചെയ്തിരുന്നു. സാവൂൾ ദാവീദിനോട് പറഞ്ഞു, ഇതാ എൻ്റെ മൂത്ത മകൾ മേരബ്, അവളെ നിനക്ക് ഞാൻ ഭാര്യയായി നൽകാം. നീ എനിക്കൊരു വീരപുത്രനായിരിക്കുകയും കർത്താവിൻ്റെ യുദ്ധങ്ങൾ പൊരുതുകയും ചെയ്താൽ മാത്രം മതി. അവനെതിരെ എൻ്റെ കൈ വേണ്ട, ഫിലിസ്ത്യക്കാരുടെ കൈ അവനെതിരെ ആയിരിക്കട്ടെ എന്ന് സാവൂൾ ചിന്തിച്ചു. ദാവീദ് സാവൂളിനോട് ചോദിച്ചു, രാജാവിൻ്റെ ജാമാതാവാകാൻ ഞാൻ ആര്? ഇസ്രായേലിൽ എൻ്റെ ബന്ധുക്കൾ, എൻ്റെ പിതൃഭവനം ആര്? എന്നാൽ സാവൂളിൻ്റെ മകളായ മേരബിനെ ദാവീദിന് കൊടുക്കേണ്ട സമയമായപ്പോൾ അവൾ മെഹോലക്കാരൻ അദ്രിയേലിന് ഭാര്യയായി നൽകപ്പെട്ടു. സാവൂളിൻ്റെ മകൾ മീകൽ ദാവീദിനെ സ്നേഹിച്ചിരുന്നു. സാവൂളിനെ അവർ അത് അറിയിച്ചു. അവൻ്റെ ദൃഷ്ടികളിൽ അക്കാര്യം പ്രീതികരമായിരുന്നു. അവൾ അവനൊരു കെണിയായിത്തീരുന്നതിനും ഫിലിസ്ത്യക്കാരുടെ കൈ അവനെതിരെ ആയിരിക്കുന്നതിനും അവളെ ഞാൻ അവന് നൽകുമെന്ന് രാജാവ് ആത്മഗതം ചെയ്തു. അതിനാൽ സാവൂൾ ദാവീദിനോട് 2-ാം പ്രാവശ്യം പറഞ്ഞു, നീ ഇന്ന് എനിക്ക് ജാമാതാവാകണം. സാവൂൾ തൻ്റെ ഭൃത്യന്മാരോട് കൽപ്പിച്ചു, നിങ്ങൾ രഹസ്യമായി ദാവീദിനോട് ഇപ്രകാരം പ്രസ്താവിക്കണം, ഇതാ രാജാവ് നിന്നിൽ സംപ്രീതനായിരിക്കുന്നു, അവൻ്റെ ഭൃത്യന്മാരെല്ലാവരും നിന്നെ സ്നേഹിക്കുന്നു. ആകയാൽ നീ രാജാവിന് മരുമകനായി തീരുക. സാവൂളിൻ്റെ ഭൃത്യന്മാർ ഇക്കാര്യങ്ങൾ ദാവീദിൻ്റെ ചെവികളിൽ മന്ത്രിച്ചു. അവൻ ചോദിച്ചു,
ദരിദ്രനും അവമതിക്കപ്പെട്ടവനുമായ ഞാൻ രാജാവിൻ്റെ മരുമകനാകുന്നത് നിങ്ങളുടെ ദൃഷ്ടികളിൽ അവഹേളനപരമാണോ? ദാവീദ് പ്രസ്താവിച്ചത് ഇങ്ങനെയൊക്കെയാണെന്ന് സൗലിൻ്റെ ഭൃത്യന്മാർ അവനോട് വിവരിച്ചു. അപ്പോൾ സൗൽ പറഞ്ഞു, നിങ്ങൾ ദാവീദിനോട് ഇങ്ങനെ പറയണം, രാജശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ ഫിലിസ്ത്യക്കാരുടെ 100 അഗ്രചർമ്മമല്ലാതെ മറ്റൊരു വിവാഹ സമ്മാനം കൊണ്ട് രാജാവിന് സംതൃപ്തിയാകില്ല. അങ്ങനെ ഫിലിസ്ത്യക്കാരുടെ കൈകൊണ്ട് ദാവീദിനെ വീഴ്ത്താമെന്ന് സൗൽ കണക്കുകൂട്ടി. അവൻ്റെ ഭൃത്യന്മാർ ഇക്കാര്യങ്ങൾ ദാവീദിനെ അറിയിച്ചപ്പോൾ രാജാവിൻ്റെ മരുമകനാകുന്ന കാര്യം ദാവീദിൻ്റെ ദൃഷ്ടികളിൽ പ്രീതികരമായി. ദിവസങ്ങൾ പൂർത്തിയാകും മുമ്പേ ദാവീദ് ഒരുങ്ങി. അവനും അവൻ്റെ ആളുകളും പോയി ഫിലിസ്ത്യക്കാരിൽ 200 പേരെ പ്രഹരിച്ചു. ദാവീദ് അക്കൂട്ടരുടെ അഗ്രചർമ്മങ്ങൾ കൊണ്ടുവന്നു. അവൻ രാജാവിന് മരുമകനാകാൻ വേണ്ടി അവർ രാജാവിന് അവ പൂർണ്ണമായും നൽകി. സൗൽ തൻ്റെ മകൾ മീകലിനെ അവന് ഭാര്യയായി നൽകി. കർത്താവ് ദാവീദിനോട് കൂടെ ഉണ്ടെന്ന് സൗൽ കണ്ടറിഞ്ഞു. തൻ്റെ പുത്രി മീകൽ അവനെ സ്നേഹിക്കുന്നെന്നും സൗൽ അറിഞ്ഞു. ദാവീദിനെ പ്രതി സൗൽ വീണ്ടും മേൽക്കുമേൽ ഭയപ്പെട്ടു. പിന്നെ എക്കാലവും സൗൽ ദാവീദുമായി ശത്രുതയിലായി. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ യുദ്ധത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ടു. അവർ വന്നപ്പോൾ സൗലിൻ്റെ സകല ഭൃത്യന്മാരെക്കാൾ ദാവീദ് വിജയശ്രീലാളിതനായി. തന്മൂലം അവൻ്റെ നാമം ഏറെ പ്രാബല്യമാർജിച്ചു. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 19-ാം അധ്യായം. ദാവീദിനെ വധിക്കാൻ സൗൽ ജോനാഥനും തൻ്റെ എല്ലാ ദാസന്മാർക്കും നിർദ്ദേശം നൽകി. എന്നാൽ സൗലിൻ്റെ മകൻ ജോനാഥൻ ദാവീദുമായി ഏറെ മമതയിലായിരുന്നു. ജോനാഥൻ ദാവീദിനെ ഇപ്രകാരം അറിയിച്ചു, എൻ്റെ പിതാവ് സൗൽ നിന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അതിനാൽ പ്രഭാതത്തിൽ നീ ജാഗ്രത പുലർത്തി ഒളിസ്ഥലത്ത് മറഞ്ഞിരുന്നാലും നീയുള്ള പ്രദേശത്ത് ഞാൻ വന്ന് എൻ്റെ പിതാവിൻ്റെ അരികെ നിന്നിട്ട് നിന്നെപ്പറ്റി ഞാൻ എൻ്റെ പിതാവിനോട് സംസാരിക്കാം. എന്നിട്ട് ഞാൻ മനസ്സാക്കുന്ന എന്തും നിന്നോട് വിവരിക്കാം. ജോനാഥൻ തൻ്റെ പിതാവായ സൗലിനോട് ദാവീദിനെ പറ്റി നല്ലത് സംസാരിച്ചു. അവൻ അദ്ദേഹത്തോട് പറഞ്ഞു, തൻ്റെ ദാസനായ ദാവീദിനോട് രാജാവ് തിന്മ ചെയ്യാതിരിക്കട്ടെ. അവൻ നിന്നോട് തിന്മ ചെയ്തിട്ടില്ല. അവൻ്റെ പ്രവൃത്തികൾ നിനക്ക് ഏറെ നല്ലവയായിരുന്നല്ലോ. അവൻ സ്വജീവൻ കയ്യിലെടുത്ത് ഫിലിസ്ത്യക്കാരനെ ആക്രമിച്ചു. അങ്ങനെ കർത്താവ് ഇസ്രായേൽ മുഴുവനുമായി വലിയ രക്ഷ നിർവഹിച്ചുകൊണ്ട് നീ സന്തോഷിച്ചതാണ്. പിന്നെ എന്തിന് നീ അകാരണമായി ദാവീദിനെ കൊന്ന് നിഷ്കളങ്ക രക്തത്തിനെതിരെ പാപം ചെയ്യണം? സൗൽ ജോനാഥന്റെ സ്വരം ശ്രവിച്ചു. ജീവിക്കുന്ന കർത്താവാണേ, അവൻ വധിക്കപ്പെടുകയില്ല എന്ന് സൗൽ ശപഥം ചെയ്തു. ജോനാഥൻ ദാവീദിനെ വിളിച്ചു. ഈ വാക്കുകളെല്ലാം ജോനാഥൻ അവനോട് വിവരിച്ചു. ജോനാഥൻ ദാവീദിനെ സൗലിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ദാവീദ് മുമ്പത്തേതുപോലെ അവന്റെ സമക്ഷം കഴിഞ്ഞു. യുദ്ധം ആവർത്തിച്ചുണ്ടായി. ദാവീദ് പുറപ്പെട്ട് ഫിലിസ്ത്യക്കാരോട് പടവെട്ടി അവരുടെ ഇടയിൽ വലിയ പ്രഹരമേൽപ്പിച്ചു. അവർ അവൻ്റെ മുമ്പിൽ നിന്ന് പലായനം ചെയ്തു. അപ്പോൾ കർത്താവിൻ്റെ ഒരു അഹിതാരൂപി സൗലിൻ്റെ മേൽ ആവേശിച്ചു തുടങ്ങി. അവൻ തൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു. അവൻ്റെ കയ്യിൽ കുന്തമുണ്ടായിരുന്നു. ദാവീദാകട്ടെ കൈകൊണ്ട് തന്ത്രി മീട്ടുകയായിരുന്നു. ദാവീദിനെ കുന്തം കൊണ്ട് ഭിത്തിയിൽ തറയ്ക്കാൻ സൗൽ ശ്രമിച്ചു. അവനാകട്ടെ സൗലിൻ്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അങ്ങനെ ഭിത്തിയിലാണ് അയാൾ കുന്തം തറച്ചത്. ദാവീദ് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ദാവീദിനെ രാവിലെ കൊല്ലാനായി കാത്തു നിൽക്കാൻ അവൻ്റെ വീട്ടിലേക്ക് സൗൽ ദൂതന്മാരെ അയച്ചു. എന്നാൽ ദാവീദിൻ്റെ ഭാര്യ മീകൽ അവനോട് ഇപ്രകാരം പറഞ്ഞു, ഈ രാത്രി നിന്റെ ജീവൻ സുരക്ഷിതമാക്കാൻ ആളില്ലെങ്കിൽ നാളെ നീ വധിക്കപ്പെട്ടിരിക്കും. മീകൽ ദാവീദിനെ ജനൽ വഴി ഇറക്കി. അങ്ങനെ അവൻ ഒളിച്ചുപോയി രക്ഷപ്പെട്ടു. മീകൽ ബിംബങ്ങളെടുത്ത് കട്ടിലിൽ കിടത്തി. തലയ്ക്കൽ ആട്ടിൻരോമം കൊണ്ടുള്ള തലയണ വെച്ച് തുണി കൊണ്ട് പുതപ്പിച്ചു. സൗൽ ദാവീദിനെ പിടിക്കാൻ ദൂതന്മാരെ അയച്ചപ്പോൾ അവന് സുഖമില്ലെന്ന് അവൾ പറഞ്ഞു. അവനെ കൊല്ലേണ്ടതിന് കിടക്കയോടെ എൻ്റെ അടുക്കൽ പൊക്കിക്കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞ് ദാവീദിനെ കാണാൻ സൗൽ ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ ചെന്നപ്പോൾ ഇതാ കട്ടിലിൽ ബിംബങ്ങളും തലയ്ക്കൽ ആട്ടിൻരോമം കൊണ്ടൊരു തലയണയും. സൗൽ മീകലിനോട് ചോദിച്ചു, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വഞ്ചിച്ച് എൻ്റെ ശത്രുവിനെ വിട്ടയച്ചത്? അവൻ രക്ഷപ്പെട്ടു. അപ്പോൾ മീകൽ സൗലിനോട് പറഞ്ഞു, എന്നെ വിട്ടയക്കുക,
നിന്നെ ഞാൻ എന്തിനു കൊല്ലണം എന്ന് അവൻ എന്നോട് പറഞ്ഞു. ദാവീദ് പലായനം ചെയ്തു. അവൻ രക്ഷപ്പെട്ട് റാമായിൽ സാമുവേലിന്റെ അടുക്കിലേക്ക് ചെന്ന് സാവൂൾ തന്നോട് ചെയ്തതെല്ലാം അവനോട് വിവരിച്ചു. പിന്നെ അവനും സാമുവേലും പോയി നായോത്തിൽ പാർത്തു. ഇതാ ദാവീദ് റാമായിലെ നായോത്തിൽ ഉണ്ട് എന്ന് സാവൂളിന് വാർത്ത കിട്ടി. ദാവീദിനെ പിടിക്കാൻ സാവൂൾ ദൂതന്മാരെ അയച്ചു. പ്രവചനം നടത്തുന്ന പ്രവാചക സംഘത്തെയും അവരുടെ മേൽ നേതാവായി സ്ഥാനം പിടിച്ച സാമുവേലിനെയുമാണ് അവർ കണ്ടത്. അപ്പോൾ സാവൂളിന്റെ ദൂതന്മാരുടെ മേൽ ദൈവാരൂപി ആവിർഭവിച്ചു. അവർ പോലും പ്രവചിച്ചു. സാവൂളിന് ഇതേക്കുറിച്ച് അറിവ് കിട്ടിയപ്പോൾ അവൻ വേറെ ദൂതന്മാരെ അയച്ചു. അവരും പ്രവചിച്ചു. തുടർന്ന് മൂന്നാമതും സാവൂൾ ദൂതന്മാരെ അയച്ചു. അവരും പ്രവചിച്ചു. അനന്തരം അവൻ നേരിട്ട് റാമായിലേക്ക് യാത്ര ചെയ്ത് സെക്കുവിലുള്ള ഗാദോലിന്റെ കിണർ വരെ ചെന്ന് അവരെക്കുറിച്ച് ആരാഞ്ഞു. സാമുവേലും ദാവീദും എവിടെയെന്ന് അവൻ ചോദിച്ചപ്പോൾ ഇതാ റാമായിലുള്ള നായോത്തിലുണ്ട് എന്ന് ആരോ പറഞ്ഞു. അവൻ അവിടെ റാമായിലുള്ള നായോത്തിലേക്ക് യാത്രയായി. അപ്പോൾ അവന്റെ മേലും ദൈവാരൂപി ആവിർഭവിച്ചു. റാമായിലെ നായോത്തിൽ എത്തുന്നതുവരെ അവൻ തുടർച്ചയായി പ്രവചിച്ചു കൊണ്ടിരുന്നു. അവനും തൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളഞ്ഞു. അവനും സാമുവേലിന് മുമ്പാകെ പ്രവചിച്ച് ആ പകൽ മുഴുവനും രാത്രി അത്രയും നഗ്നനായി വീണുകിടന്നു. അതുകൊണ്ടാണ് സാവൂളും പ്രവാചകരിൽ ഉൾപ്പെട്ടോ എന്ന് അവർ പറയുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം. ഭൂമിയെ വിധിക്കുന്നവരെ നീതിയെ സ്നേഹിക്കുവിൻ. കർത്താവിനെ കുറിച്ച് നന്മയോടെ ചിന്തിക്കുവിൻ. നിഷ്കളങ്ക ഹൃദയത്തോടെ അവിടുത്തെ അന്വേഷിക്കുവിൻ. എന്തെന്നാൽ അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു. അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് സ്വയം വെളിപ്പെടുത്തുന്നു. വഴിപിഴച്ച ചിന്തകൾ മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. അവിടുത്തെ ശക്തി പരീക്ഷിക്കപ്പെടുമ്പോൾ അവിടുന്ന് ഭോഷന്മാരെ ശാസിക്കുന്നു. തിന്മ നിരൂപിക്കുന്ന ആത്മാവിൽ ജ്ഞാനം പ്രവേശിക്കുകയില്ല. പാപത്തിലായിരിക്കുന്ന ശരീരത്തിൽ അവൾ വസിക്കുകയുമില്ല. എന്തെന്നാൽ സുശിക്ഷിതമായ സാത്വികാത്മാവ് വഞ്ചനയിൽ നിന്ന് ഓടിയകലും. വ്യർത്ഥമായ ചിന്തകളിൽ നിന്ന് അത് അകന്നു നിൽക്കും. അനീതിയുടെ സാമീപ്യത്താൽ അത് ലജ്ജിതമാകും. ജ്ഞാനം കരുണയുള്ള ഒരാത്മാവത്രേ. എന്നാൽ അധരങ്ങളിൽ ദൈവദൂഷണമുള്ളവനെ അത് വെറുതെ വിടുകയില്ല. എന്തെന്നാൽ ദൈവമാണ് അവൻ്റെ സൂക്ഷ്മ വിചാരങ്ങളുടെ സാക്ഷിയും അവൻ്റെ ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്നുള്ളത് കേൾക്കുന്നവനും. കർത്താവിൻ്റെ ആത്മാവ് ലോകത്തെ നിറച്ചിരിക്കുന്നു. എല്ലാറ്റിനെയും ചേർത്ത് നിർത്തുന്ന അത് ഓരോ വാക്കും അറിയുന്നു. അതിനാൽ ദുർഭാഷണം നടത്തുന്നവൻ ശ്രദ്ധിക്കപ്പെടാതിരിക്കില്ല. ശിക്ഷിക്കുന്ന നീതി അവനെ കടന്നു പോവുകയില്ല. എന്തെന്നാൽ അധർമ്മിയുടെ ആലോചനകൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. അവൻ്റെ അധർമ്മത്തിൻ്റെ ശിക്ഷാ കാരണമായി അവൻ്റെ വാക്കുകളെക്കുറിച്ചുള്ള വിവരം കർത്തൃസന്നിധിയിലെത്തും. അസഹിഷ്ണുവായവൻ്റെ ചെവി സകലതും കേൾക്കുന്നു. മുറുമുറുപ്പിൻ്റെ ശബ്ദം പോലും ഗുപ്തമായിരിക്കുകയില്ല. ആകയാൽ നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ നിന്ന് അകന്നു നിൽക്കുവിൻ. പരദൂഷണത്തിൽ നിന്ന് നാവ് മാറ്റി നിർത്തുവിൻ. എന്തെന്നാൽ രഹസ്യത്തിൽ പറഞ്ഞതിന് പോലും പ്രത്യാഘാതമുണ്ടാകാതെ പോവില്ല. അസത്യം പറയുന്ന അധരം ആത്മാവിനെ നശിപ്പിക്കുന്നു. നിങ്ങളുടെ ജീവിത ഭ്രംശം കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്. നിങ്ങളുടെ കരവേലകൾ കൊണ്ട് നാശം സ്വയം വരുത്തരുത്. എന്തെന്നാൽ ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല. ജീവിക്കുന്നവരുടെ നാശത്തിൽ അവിടുന്ന് ആഹ്ലാദിക്കുന്നുമില്ല. തീർച്ചയായും ഉണ്മയിലായിരിക്കാനാണ് അവിടുന്ന് എല്ലാം സൃഷ്ടിച്ചത്. ലോകത്തിലെ സൃഷ്ടവസ്തുക്കൾ ആരോഗ്യമുള്ളവയാണ്. അവയിൽ മാരക വിഷം ഇല്ല. പാതാളത്തിന് ഭൂമിയുടെ മേൽ അധികാരമില്ല. എന്തെന്നാൽ നീതി അമർത്യമാണ്. അധർമ്മികൾ തങ്ങളുടെ കരങ്ങളാലും വാക്കുകളാലും മരണത്തെ ക്ഷണിച്ചു വരുത്തി. മിത്രമെന്ന് കരുതി സ്വയം ഇല്ലാതായി അവർ അതുമായി സഖ്യം ചെയ്തു. എന്തെന്നാൽ അതിൻ്റെ ഭാഗമാകാൻ അവർ യോഗ്യരാണ്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 23-ാം അധ്യായം
44 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ്റെയും മേൽ അന്ധകാരമായി. സൂര്യഗ്രഹണമുണ്ടായി. ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറി. യേശു വലിയ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ ഏൽപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ പ്രാണൻ വെടിഞ്ഞു. സംഭവിച്ചത് കണ്ട് ശതാധിപൻ ദൈവത്തെ മഹത്വപ്പെടുത്തി പറഞ്ഞു, വാസ്തവത്തിൽ ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. ഈ കാഴ്ച കാണാൻ ഒരുമിച്ച് കൂടിയ ജനക്കൂട്ടമെല്ലാം സംഭവിച്ചവ കണ്ട് മാറത്തടിച്ചുകൊണ്ട് തിരിച്ചുപോയി. ഇവ കണ്ടുകൊണ്ട് അല്പം ദൂരെയായി അവൻ്റെ പരിചയക്കാരെല്ലാവരും ഗലീലിൽ നിന്ന് അവനെ അനുഗമിച്ചിരുന്ന സ്ത്രീകളും നിന്നിരുന്നു. എന്നാൽ ഇതാ ആലോചനാ സംഘത്തിലെ അംഗവും നല്ലവനും നീതിമാനുമായ ജോസഫ് എന്നു പേരുള്ളൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവരുടെ ആലോചനകളോടോ പ്രവൃത്തികളോടോ യോജിച്ചിരുന്നില്ല. അവൻ യഹൂദരുടെ ഒരു നഗരമായ അരിമത്യായിൽ നിന്നുള്ളവനും ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. അവൻ പീലാത്തോസിനെ സമീപിച്ച് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അവൻ അത് താഴെ ഇറക്കി കച്ചയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വച്ചു. അന്ന് ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു, സാബത്തിന്റെ ആരംഭവും. ഗലീലിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ ജോസഫിനെ അനുയാത്ര ചെയ്ത് കല്ലറ വീക്ഷിച്ചു അവൻ്റെ ശരീരം വച്ച വിധവും. അവർ തിരിച്ചു ചെന്ന് സുഗന്ധവസ്തുക്കളും മീറയും തയ്യാറാക്കി. സാബത്തിൽ അവർ കൽപ്പന അനുസരിച്ച് വിശ്രമിച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എൻ്റെ ആത്മാ